من قدرة وسان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم ولا إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സംസാരിക്കാതെ ഒന്ന് അടങ്ങി സംസാരിക്കരുത്, ആരും സംസാരിക്കരുത്, ഒന്ന് അടങ്ങി നിൽക്കണം. ബഹുമാനികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വാർഷിക സമ്മേളനം യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇതുപോലുള്ള ഒരു സമ്മേളനം ഏതെങ്കിലും ഒരു കക്ഷിക്ക് ആരായിരുന്നാലും ശരി, മതരംഗത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലാത്തവരോ ആരായിരുന്നാലും ഇതേ നിരക്കുള്ള ഒരു സമ്മേളനം നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇല്ല എന്നതാണ് മിക്കവാറും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളെല്ലാം സമ്മേളിച്ചത് എന്തെങ്കിലും കാര്യങ്ങൾ സമസ്തയുടെ പാരമ്പര്യത്തിനനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കി തിരിയാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്ക് ശരിയായി ബോധമുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ ഈ രാജ്യത്തിൽ ഉള്ള ഓരോ വിഭാഗം ആളുകളോടും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോടും ഞങ്ങൾക്ക് ചിലതെല്ലാം ഉണർത്താനുണ്ട്. ഇവിടെ ഈ സമ്മേളനം വിളിച്ചോതുന്നത് എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷിയെ ഈ രാജ്യത്തിൽ ആർക്കും തന്നെ അവഗണിക്കാൻ സാധ്യമല്ല എന്ന പരമാർത്ഥമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം വിളിച്ചോതുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കക്ഷി, ആ കക്ഷിയെ അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തിൽ ഒരു കാര്യവും യഥാർത്ഥത്തിൽ നടത്താൻ സാധ്യമല്ല. സുന്നികൾ ഉറങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ, സുന്നികൾ ഉണരുന്നുവെങ്കിൽ അല്ലാത്ത ഒരു കക്ഷിക്കും തന്നെ ഒന്നും സാധ്യമല്ലെന്ന് ഈ സമ്മേളനം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. ഇവിടെ ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് ഈ സമ്മേളനം വഴിക്ക് ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട്. ഈ രാജ്യത്തിൽ ഭരണകൂടത്തോട് ഇവിടെ ദീനിയായ വല്ല കാര്യത്തിലും നിങ്ങൾ കൈയിടുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിപ്രായം ആരാഞ്ഞിട്ട് വേണം. അല്ലാതെ നിങ്ങൾക്ക് കൈയിടാൻ സാധ്യമല്ല. ആ കാര്യം ഇവിടെ ഉള്ള ഭരണകൂടവും എവിടെയുള്ള ഭരണകൂടവും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം ഉണർത്താൻ ഉള്ളത് എന്താണെന്നാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത് എന്തിനാണ്, എന്താവശ്യത്തിനാണ് എന്ന് ഞാൻ വളരെ ചുരുക്കിയ വാക്കുകളിൽ സമർത്ഥിക്കുകയാണ്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെയർമാൻ പെരുമാളുകളുടെയും അതേപോലെയുള്ള പെരുമാളന്മാരുടെയും ഭരണകാലമുണ്ടായിരുന്നു. അതേ ക്രമത്തിൽ തന്നെ സാമൂതിരി മഹാരാജാക്കന്മാർ ഇവിടെ രാജ്യം ഭരിക്കുന്നു. ആ കാലത്ത് ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിന്നതാണ്. ആ സാമുദായിക സൗഹാർദ്ദം ഇവിടെ യാതൊരു വർഗീയതയും പാടില്ലാത്തതാണ്. അന്ന് ഒരുവിധ വർഗീയതയും ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ്. ഒരു വിധത്തിൽ
ഉള്ള ഒരു വർഗീയതക്കും ഇവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ഈ കാര്യം ശരിക്ക് നാം ഉണരേണ്ടതുണ്ട്. ആ ശരിയായ സാമുദായിക സൗഹാർദ്ദം, ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം മൈത്രി, അത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കണം. അതല്ലെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്ക് മാനാഞ്ചന കുളം കാണാം. അതെങ്ങനെ നിലവിൽ വന്നു? അതിനെങ്ങനെ ആ പേര് സിദ്ധിച്ചു? ആ സ്ഥലത്ത് ശുദ്ധജലം ഉണ്ടെന്ന് സയ്യിദ് ജിഫ്രി തങ്ങളവർകൾ പറഞ്ഞു. അതിന് വേണ്ട ചിലവുകൾ ഞാൻ വഹിക്കാമെന്ന് ടിപ്പു സുൽത്താൻ കേട്ടു. അതിന് വേണ്ട സ്ഥലം സാമൂഹി മാനവിക്രമൻ തമ്പുരാൻ നൽകി. അതിന് നാമകരണം മാനാഞ്ചിറ എന്ന് പേരും കൊടുത്തു. ഇത് എന്ത് സൗഹാർദ്ദമാണിത്? സൗഹാർദ്ദമല്ലേ ഇത്? ഈ നിലക്കുള്ള സാമുദായിക സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അതിനെ കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്ന് ഈ രാജ്യത്തിൽ ഉള്ള മുഴുവൻ ജനവിഭാഗവും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ബാഹർ വലിയുള്ള അയ്യപ്പസ്വാമി, ഈ രണ്ടു പേരുടെയും സൗഹാർദ്ദ നിധി എന്തായിരുന്നു എന്ന്? ഒന്ന് വലിയ ബാഹിയാണ്, മറ്റതേ സാഹിയാണ്. അവർ രണ്ടും ഇന്നും ചരിത്ര പുരുഷന്മാരല്ലേ? ഈ നിലക്കുള്ള സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ശരിയായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുസ്ലിം സമുദായത്തിൽ ഉള്ള ശരിയായ വിശ്വാസം ഉള്ള ജനങ്ങൾ, ആ ജനങ്ങളെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയൂ എന്നത് ഒരു പരമാർത്ഥമാണ്. വർഗീയതയ്ക്ക് ഈ രാജ്യത്തിൽ വളർച്ച സിദ്ധിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുസ്ലിം സമുദായത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നശിക്കണം. അപ്പോൾ മാത്രമേ മുസ്ലിം സമുദായത്തിൽ വർഗീയത ശരിയായ ഉടലെടുക്കുകയുള്ളൂ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഈ രാജ്യത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം വർഗീയത ഇവിടെ ഉടലെടുക്കാൻ യാതൊരു സാധ്യതയും ഇല്ല തന്നെ. വർഗീയത ഈ രാജ്യത്തിന് എത്ര വലിയ ആപത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പഞ്ചാബിലും മറ്റ് സ്ഥലങ്ങളിലും നടമാടുന്ന അക്രമങ്ങൾ, അതിന്റെ കാരണം എന്താണ്? വർഗീയതയല്ലേ, അല്ലാതെ മറ്റൊന്നല്ലല്ലോ. ഈ നിലക്കുള്ള വർഗീയത ഇന്ത്യക്ക് തന്നെ ആപത്തല്ലേ. ഈ ആപത്തിൽ നിന്ന് ഈ രാജ്യത്തെയും ഈ രാജ്യത്തിൽ ഉള്ള ജനവിഭാഗത്തിനെയും സംരക്ഷിക്കണമെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ നിലനിർത്തുക എന്നത് എല്ലാ സമുദായത്തിന്റെയും ഉത്തരവാദിത്വം ആണ്. കാരണം എന്തുകൊണ്ട്? എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്? ഇതൊരു പാർട്ടിയല്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നത് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗീയ ചിന്താഗതിയല്ല. അത് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ്. കാരണം എന്തുകൊണ്ട്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് നാം ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒറ്റ വാക്കിൽ അതിനെ സമർത്ഥിക്കാൻ കഴിയും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൗലിക സിദ്ധാന്തം ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയീൻ ആണ്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? പറയുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് പറയുന്ന വാക്കിന്റെ താല്പര്യം എന്താണ്? ആ വാക്കിന്റെ താല്പര്യം ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരു നബി വരേണ്ട ആവശ്യമില്ല എന്നാണ് ആ വാക്ക് നമ്മളെ അറിയിക്കുന്നത്. മറ്റൊരു പ്രവാചകന്റെ ലോകത്തിൽ ആവശ്യം ഇല്ല എന്ന അതാണ് ഖാതിമുൻ നബിയീൻ അല്ലെങ്കിൽ അന്ത്യപ്രവാചകർ എന്ന പദത്തിന്റെ അർത്ഥം. അത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. മറ്റൊരു പ്രവാചകന്റെ ആവശ്യമില്ല എന്നും മറ്റൊരു പ്രവാചകന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ദീൻ, ആ ദീൻ ഏത് ക്രമത്തിൽ ഉള്ളതാവണം?
മറ്റൊരു പ്രവാചകൻ ആവശ്യം ഇല്ല എന്ന് വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ദീൻ ഏത് ക്രമത്തിൽ ഉള്ളതാവണം? ഖിയാമം വരെ, ലോകത്തിന്റെ അവസാനം വരെ ഉള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും മാർഗദർശനം നൽകത്തക്കതാണ്. മാന്യ സുഹൃത്തുക്കൾ ആലോചിച്ചുകൊള്ളു. ലോകത്തിന്റെ അവസാന ഘട്ടം വരെ, ഖിയാമത്ത് വരെ, ലോകം അവസാനിക്കുന്നത് വരെ ഈ ലോകത്തിൽ ഉള്ള മുഴുവൻ ൾക്കും മാർഗദർശനം നൽകത്തക്ക ഒരു ദീൻ ആവേണ്ടതുണ്ട്. ആ നിലക്ക് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തത്വം നമ്മളെ അറിയിച്ചിട്ടും ഉണ്ട്. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. ഹഖ് തആല പ്രഖ്യാപനം ചെയ്യുകയാണ്, ഞാൻ ദീനിനെ പരിപൂർണമാക്കിയിരിക്കുന്നു എന്ന്. ദീനിനെ പരിപൂർണമാക്കി എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രവാചകന് ഇനി ആവശ്യം ഇല്ല. ഈ ലോകത്തിൽ മറ്റൊരു പ്രവാചകൻ ഒരു ശരീരത്തുമായി ഈ ലോകത്തിൽ വരേണ്ടതില്ല. ആ നിലയ്ക്ക് പരിപൂർണമാണ് ദീനിനെ, അതിന്റെ മുഴുവൻ വശങ്ങളും കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് എന്നാണ് ഹജ്ജ് നമ്മളെ അറിയിക്കുന്നത്. ലോകത്തിൽ ഏതെല്ലാം ജനവിഭാഗങ്ങൾക്കുണ്ട്, ആ ജനവിഭാഗങ്ങളെല്ലാം സ്പർശിച്ചുകൊണ്ട് അവരെ സംബന്ധിക്കുന്ന വിധിവിലക്കുകൾ, ശരീഅത്തിന്റെ മുഴുവൻ നിയമങ്ങളും, അവർ നടക്കേണ്ടുന്ന മുഴുവൻ ക്രമങ്ങളും, ആ ക്രമങ്ങളെ മുഴുവൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിക്ക് ഈ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ആ വാക്കിന്റെ താല്പര്യം. നോക്കൂ നിങ്ങൾ ഈ സന്ദർഭത്തിൽ, അത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾ ആ അടിത്തറയിൽ നിലകൊള്ളുകയാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ആ അടിത്തറയിൽ നിലകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം മറ്റൊരു നുബുവത്തിന് ആവശ്യം ഇല്ല. ഒരു നബി വന്നാൽ ശരീഅത്തോട് കൂടിയിട്ട് വരേണ്ടതല്ലേ? ശരീഅത്തില്ലാതെ എന്ന് മണ്ണാകത്തയോട് കൂടിയാണ് ആ നബി വരുന്നത്. ശരീഅത്തില്ല, അതേ സമയത്ത് നബിയാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? യാതൊരർത്ഥവും ഇല്ലല്ലോ. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്ത് പരിപൂർണമായിരിക്കയാൽ പിന്നീട് യാതൊരു നബിക്കും ആവശ്യം ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പരിശുദ്ധ വാക്യം തന്നെ ധാരാളം തെളിയിക്കുന്നുണ്ട്. ഇതോടുകൂടി നുബുവത്വവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു. നുബുവത്വവാദം ശരിയല്ല. നുബുവത്വവാദം സമ്മേളനത്തോടു കൂടി ഖാദിയാനിസത്തെയും അതുപോലെ തന്നെ നുബുവത്തിനെയും അറബിക്കഥയിൽ വലിച്ചെറിയുകയാണ്. ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട. മാന്യ സുഹൃത്തുക്കളൊന്ന് ചിന്തിച്ചു കൊള്ളാം. ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമാക്കി എന്ന് വരുമ്പോ പിന്നെ നുബുവത്തിന്റെ ആവശ്യം എവിടെയാണ്? വല്ല ആവശ്യവും പിന്നെ നുബുവത്തിനുണ്ടോ? എന്നിട്ടും നബിയാണെന്ന് മാനിച്ചുകൊണ്ട് ഉറപ്പില്ലാത്ത ചില ആളുകൾ ഈ സമുദായത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ പിൻപറ്റാൻ വേണ്ടി ചില ആളുകൾ ഉദയുകയും ചെയ്യുക എന്നത് മഹാ അത്ഭുതത്തിൽപ്പെട്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു കൊള്ളുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് പറയുന്ന വാക്കിന്റെ താല്പര്യവും അതിന്റെ അർത്ഥവും ഇനിയും ഉണ്ട്. ദീൻ പരിപൂർണമാക്കിയിരിക്കുന്ന മറ്റ് ശരീഅത്തിന് ആവശ്യമില്ല എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്ക് ഈ ലോകത്തിൽ അവതരിപ്പിച്ച പരിശുദ്ധ ദീൻ, ആ ദീനിന്റെ മുഴുവൻ വശങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാന്യ സുഹൃത്തുക്കളും ചിന്തിച്ചു നോക്കാം. ഈ ലോകത്തിന്റെ മുമ്പാകെ ഏതെല്ലാം കാര്യങ്ങൾ സമർപ്പിച്ചോ ആ സമർപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അക്ഷരത്തിന്റെ വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന്. നാം അതിനെ സംരക്ഷിച്ചുകൊള്ളും എന്ന്. അതിന്റെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചതാണ്. ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ അതിൽ ലവലേശവും ഒരു അല്പമെങ്കിലും സ്വല്പമെങ്കിലും നഷ്ടപ്പെട്ടു പോകാതെ കണ്ട്
ഇന്ന് ഈ വരി ആ സാധനം നിലവിൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിരിക്കുന്നു എന്ന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടിത്തറയും അതാ. ഈ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഈ ലോകത്ത് അവതരിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ഈ മതത്തിൽ യാതൊരുവിധ നൂതന സമ്പ്രദായങ്ങളോ നൂതന സിദ്ധാന്തങ്ങളോ പുതിയ ആശയങ്ങളോ ഈ മതത്തിൽ കടത്തിക്കൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നതല്ല എന്നതൊരു കടുത്ത യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഞങ്ങൾ അതിന്റെ മേൽ നിലകൊള്ളുകയാണ്, ആ വിശ്വാസത്തിൽ നിലകൊള്ളുകയാണ്. ഞങ്ങളുടെ പരിപൂർണമായ അടിസ്ഥാനവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ മുമ്പാകെ എന്ത് അവതരിപ്പിച്ചു? ഏത് പരിപൂർണമായ ദീൻ ഈ ലോകത്തിന്റെ മുമ്പാകെ അവൻ അവതരിപ്പിച്ചു? ആ അവതരിപ്പിച്ച മുഴുവൻ സാധനങ്ങളും യാതൊരു വ്യത്യാസവും കൂടാതെ, ആ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം കൂടാതെ കണ്ട് അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ മറ്റ് യാതൊന്നിനും ഒരു പുതിയ യാതൊരുവിധ കണ്ടുപിടുത്തത്തിനും ആവശ്യം ഇല്ല തന്നെ. ഈ വിശ്വാസം ശരിയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. അങ്ങനെ അത് ശരിയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് എവിടെ എത്തിയിരിക്കുന്നുവെന്നാൽ SIO ആയിരിക്കും. SIO എന്ന് പറഞ്ഞാൽ സിയോണിസ്റ്റ്, കുറച്ച് കൂട്ടിയ സിയോണിസ്റ്റ്, അത് SIO ആയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് അവർക്ക് തന്നെ ഒരു പേര് നൽകിയിട്ടുണ്ട്, സ്നേഹത്താക്കപ്പെട്ട ഒരു പേര് ആ നിലക്കെത്തിയിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനത്തിൽ അബുൽ അലാ മൗദൂദി ജമാഅത്തെ ഇസ്ലാമിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം ഹൈദരാബാദിൽ വെച്ച് അദ്ദേഹം പ്രസംഗത്തിന്റെ ആദ്യത്തെ റിപ്പോർട്ട്, അതിന്റെ 10ാമത്തെ വാർഷിക റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ അയാൾ പറയുന്നു, आखिर मैं एक बात की और तौजीह कर देना चाहता हूं कि फिक़्ह और कलाम के मसाइल में मेरा एक खास मसलक है जिसको मैंने अपनी ज़ाती तहक़ीक़ की बिना पर इख्तियार किया. എനിക്ക് നിങ്ങളോട് മൂപ്പര ഉദ്ഘാടന പ്രസംഗമാണ്. ജനാബത്ത് ഇസ്ലാമിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അബുൽ അലാ മൗദൂദി ജാഹിദാണ്, അദ്ദേഹം പ്രസ്താവിക്കുകയാണ്, എനിക്ക് നിങ്ങളോട് അവസാനമായി ഒരു കാര്യം ഉണർത്താനുണ്ട്. അതെന്താണ്? ഫിഖ്, ഇൽമുൽ കലാം, അഖീദ, ഇസ്ലാമിന്റെ അഖീദ. ഈ അഖീദയിലെല്ലാം തന്നെ എനിക്ക് ഒരു പ്രത്യേക വഴിയുണ്ട്. जिसको मैंने अपनी ज़ाती तहक़ीक़ की बिना पर इख्तियार किया हूं. അത് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചതാ. യാതൊരു കണ്ടുപിടുത്തത്തിനും ഇസ്ലാമിൽ ആവശ്യമില്ല തന്നെ. ഇസ്ലാമിൽ ഒരുവിധ കണ്ടുപിടുത്തത്തിനും ആവശ്യമില്ല. നമ്മുടെ മഹാന്മാരായ പൂർവികന്മാർ എന്ത് ചെയ്തോ അത് മനസ്സിലാക്കുകയല്ലാതെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അഷ്റഫുൽ ഖൽഖിന്റെ ബഹുമാനപ്പെട്ട മഹാന്മാരായ പരിശുദ്ധാത്മാക്കളായ മഹാന്മാരായ സ്വഹാബ അവരാരാണ്? അതിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസ്താവിച്ചു കൊള്ളുകയാണ്. അവരാരാണെന്ന് റബ്ബുൽ ഇസ്സത്ത് ഉണർത്തിയിട്ടുണ്ട് നമ്മളോട്. നോക്കൂ നിങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുന്ന അടിസ്ഥാന തത്വങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണവര്? റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്താവശ്യത്തിന് വേണ്ടി നിയോഗിച്ചു എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചുമതലയാണത്. ഓതി കേൾപ്പിക്കുക മാത്രം അല്ല, യുഅല്ലിമുഹുൽ കിതാബ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ വിവക്ഷയും അതിന്റെ സാരാംശവും അതിന്റെ യഥാർത്ഥ ഉദ്ദേശവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ എന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർത്തവ്യത്തിൽപ്പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്.
ആ പഠിപ്പിച്ചു കൊടുക്കുന്ന അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവ്യാഖ്യാനങ്ങളും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഏത് ക്രമത്തിൽ വിവരിച്ചോ ആ വിവരിച്ചതിന്റെ അപ്പുറത്ത് പോകാൻ പാടില്ല എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസമല്ലയോ യഥാർത്ഥ വിശ്വാസമെന്ന് മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് മൻ ഫസ്സറൽ ഖുർആന ബിറഅയിഹി ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. മുതവാത്തിറെന്ന് കൂടി മഹാന്മാരായ അയിമ്മത്ത് മുഹദ്ദിസുകൾ പ്രസ്താവിച്ചിട്ടുള്ള ഹദീസാണ്. ആര് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യവചനങ്ങളെ സ്വന്തം അഭിപ്രായത്തിനൊത്ത് വ്യാഖ്യാനിച്ചോ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു അലൈഹി വസല്ലം മുതവാത്തിറായ ഹദീസ് മുഖേന സാക്ഷി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുന്നതല്ല. ഞങ്ങൾ ഒരിക്കലും പരിശുദ്ധ ഖുർആൻ മലർത്തി വെച്ചുകൊണ്ട് ഡിക്ഷണറി മുമ്പിൽ വെച്ചുകൊണ്ട് ഭാഷാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനെ ഞങ്ങൾ ഒരിക്കലും തന്നെ വ്യാഖ്യാനിക്കുന്നതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ത് ചെയ്യുന്നു എന്ന് ഈ മഹാസമ്മേളനത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ഒരിക്കലും അത് അനുവദിക്കുന്നതും അല്ല. പരിശുദ്ധ ഖുർആൻ മലർത്തി വെച്ചുകൊണ്ട് ഡിക്ഷണറി മുമ്പിൽ വെക്കുക. അങ്ങനെ ഡിക്ഷണറി മുമ്പിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അവർക്ക് ഡിക്ഷണറി മുഖേന മനസ്സിലായ അർത്ഥം ആ അർത്ഥത്തിന് ദീനാക്കി അംഗീകരിക്കുക എന്ന കാര്യം, ആ കാര്യം ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നതല്ല. ഈ കേരളക്കരയിൽ നിന്ന് ഈ സമ്പ്രദായത്തെ, ഇവിടെയുള്ള മുജാഹിദിനെ ഞങ്ങൾ ധൈര്യസമേതം ഈ മഹാസമ്മേളനത്തോടു കൂടി അറബിക്കടലിൽ വലിച്ചെറിയുകയാണ്. നിങ്ങളുടെ യാതൊരു വ്യാമോഹങ്ങളും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കാര്യത്തിൽ സംശയവും വേണ്ട. മാന്യ മുസ്ലിം സുഹൃത്തുക്കളൊന്ന് ചിന്തിക്കാം. ഈ സമുദായത്തിൽ 72 വിഭാഗം 73 വിഭാഗമുണ്ട്. അഷ്റഫുൽ ഖൽഖ് താക്കീത് നൽകിയ ഈ 73 വിഭാഗത്തിൽ കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, അതെല്ലാം തന്നെ ഫിന്നാർ നരകത്തിലാണ്. ഇല്ലാ വാഹിദൻ ഒന്നൊഴിച്ചു 73 മില്ലത്തായും കൊണ്ട് ഈ സമുദായം പിരിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നൽകിയെന്ന് മാത്രമല്ല, അതെല്ലാം തന്നെ നരകത്തിൽ ആപതിക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇല്ലാ വാഹിദത്തൻ ഒന്നൊഴിച്ചു. ആ സമയത്ത് ഖാലു മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ഒന്ന്? ആ സലാമത്തിന്റെ കക്ഷി ആരാണ് എന്ന മഹാന്മാരായ അഷ്റഫുൽ ഖൽഖിന്റെ ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറയുന്നത് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബത്ത് ഏത് ക്രമത്തിലാണോ അതേ ക്രമത്തിൽ ഖിയാമത്ത് നിലകൊള്ളുന്ന മഹത്തുക്കളാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ്. ഞങ്ങൾ പരിപൂർണമായും ആ വാക്കിൽ വിശ്വസിക്കുകയാണ്. അത് വെറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് മാത്രം അല്ല. പരിശുദ്ധ ഖുർആൻ ആ സംഗതി ശരിയായ നിലക്ക് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. والسابقون الأولون من المهاجرين والأنصار والذين تبعوهم بإحسان رضي الله عنهم ورضوا عنه. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ആദ്യത്തെ അനുയായികളായ മുഹാജിറുകളും അൻസാറുകളും വല്ലദീന തബഉഹും, അവരോട് ഇത്തിബായി ചെയ്യുന്നവരും അവരെ പിൻപറ്റുന്നവരും റളിയല്ലാഹു അൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൊട്ട് തൃപ്തി അടഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നീ പറയുന്ന അവര് കള്ളന്മാരാണ്, അതൊക്കെയാണ് നീ പറയുന്നത്. അവർ പരിശുദ്ധാത്മാക്കളാണെന്നും അവരോട് ഇത്തിബായി ചെയ്യണമെന്നും. അവർ ഇങ്ങനെ ചെയ്തു, അവരെന്ത് പ്രവർത്തിച്ചു, ആ പ്രവർത്തിച്ചതാണ് യഥാർത്ഥത്തിൽ ഇത്തിബായി ചെയ്യേണ്ടത്, പിന്തുടരേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം ചെയ്യുമ്പോൾ അത് ഞങ്ങളത് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാത്തവനെ ഞങ്ങൾ തള്ളി പറയുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഇതാണ് ഒരു പുതിയ സിദ്ധാന്തമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ
ഒരു പുതിയ പാർട്ടിയാണ്. അത് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ രൂപം ആണ്. രൂപത്തിന് വേണ്ടിയാണ്, അത് നിലനിൽക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത്. അല്ലാത്ത മുഴുവൻ പാർട്ടികളും ഒന്നൊന്നായി നശിച്ചു ആവുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. പാർട്ടികൾ പറയുകയുണ്ടായി. എന്താണ് ആ വാക്കിന്റെ താല്പര്യം? ആ നരകത്തിലാണെന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിന്റെ താല്പര്യം? ആ വാക്കിന്റെ താല്പര്യം അവസാനം ഈമാൻ തെറ്റിയും കൊണ്ട് മരണപ്പെട്ടു പോകുമെന്നാണ്. അഖീദയിൽ ഉള്ള പിഴവ്, ആ പിഴവിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ആ പാർട്ടികൾ മുഴുവനും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്തിരിക്കുകയാണ്. വളരെയധികം നമ്മൾ സൂക്ഷിക്കണം ആ കാര്യമെന്ന് ഈ മഹാസമ്മേളനത്തിൽ നിങ്ങളോട് ഉത്ബോധിപ്പിച്ചുകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്തായ ഈ സമ്മേളനം പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കുന്ന വമ്പിച്ച ഒരു മഹാസമ്മേളനമാക്കി റബ്ബുൽ ഇസ്സത്ത് അതിനെ കബൂൽ ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത് അതിന്റെ വഴി എന്താണ് എന്ന് നാം ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശരിക്കും വിവരിക്കുകയും ചെയ്യുന്നു. കാരണം എന്തുകൊണ്ട്? പിന്നീട് വന്ന് അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് അലങ്കോലപ്പെടുത്താൻ സാധ്യമില്ലാത്ത വാതിലടച്ചുപോയി. മാന്യ സുഹൃത്തുക്കളൊന്ന് ചിന്തിക്കാം. വാതിലടച്ചുപോയി. പിന്നീട് ഒരു ദുർവ്യാഖ്യാനത്തിനും ഇസ്ലാമിന്റെ നേരെ കണ്ണു തുറിച്ചു നോക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അതിനെ എന്ത് ചെയ്തു? വാതിലടച്ചു. ഇത്ര മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക ശരീഅത്ത്. ആ ശരീഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ലോകത്തിന്റെ മുമ്പാകെ ഉത്തമ മാതൃക അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹാത്മാക്കളായ പരിശുദ്ധാത്മാക്കളുടെ മാതൃക, ആ മാതൃക ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ചു. ആലോചിക്കാം. നമ്മൾ വളരെ മഹത്തായ മഹാന്മാരായ ഉത്തമ മാതൃക, ആ മാതൃകനെ ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ചു. എങ്ങനെ സമർപ്പിച്ചു എന്നാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ നിങ്ങൾ അതിനർത്ഥം നൽകൂ, അതിൽ നിന്ന് മനസ്സിലാകുന്നത് ദീനാക്കി അംഗീകരിക്കൂ എന്ന് പറയുകയല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന്റെ ഓരോ വാക്കുകളും വചനങ്ങളും ശരിക്കും വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുക മാത്രമല്ല ചെയ്തത്, വ്യാഖ്യാനിച്ചതിന് ശേഷം എന്ത് ചെയ്തുവെന്ന് വയുസക്കീഹിം, അതിന്റെ ശരിയായ അമലിയായ രൂപം, അതിന്റെ ശരിയായ പ്രവർത്തനത്തിന്റെ മാതൃക, ആ മാതൃക കാണിച്ചു കൊടുക്കുകയും അത് മഹാന്മാരായ സഹാബത്തെ, ആ സഹാബത്തിനെ കൊണ്ട് പ്രവർത്തിക്കുകയും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മേൽനോട്ടവും ചെയ്യുകയും ചെയ്തു. ഇത് ലോകത്തിൽ ഒരു മതത്തിൽ നാം ആരാഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. ലോകത്തിൽ ഒരു പ്രവാചകനും ഈ സംഗതി ലോകത്തിൽ ചെയ്തിട്ടും ഇല്ല. ആദ്യതൊട്ടുമുടി വരെ മഹാന്മാരായ സഹാബത്ത്, അഷ്റഫുൽ ഖൽഖിന്റെ ബഹുമാനപ്പെട്ട മഹത്തുക്കളായ സഹാബത്ത്, ആ സഹാബത്തിനെ അടിതൊട്ടുമുടി വരെ മേൽനോട്ടം ചെയ്തുകൊണ്ട് അവരെ സംസ്കരിച്ചെടുത്തു, അവരെ ശുദ്ധീകരിച്ചു, അവരെ പരിശുദ്ധാത്മാക്കളാക്കി തീർത്തു. ഞങ്ങൾ വിശ്വസിക്കുകയാണ്, യാതൊരു സംശയവും കൂടാതെ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനപ്പെട്ട അംബിയാ മുർസലുകൾ, ഖാതിമുൽ അംബിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ചും വളരെ പരിശുദ്ധാത്മാക്കളിൽപ്പെട്ട ആളാണ്. പരിശുദ്ധാത്മാക്കളുടെ ഇമാമും ആയിദും നേതാവും ആണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കുള്ള പരിശുദ്ധിയാണ്. ആ പരിശുദ്ധി, അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധി എന്ത് ചെയ്തു വെച്ചാൽ അവിടുന്ന് തർബിയത്ത് ചെയ്ത് അവിടുന്ന് മേൽനോട്ടം ചെയ്ത് മഹാന്മാരായ സഹാബത്ത്, ആ സഹാബത്തിലേക്കും ആ പരിശുദ്ധി പകർന്നു. അവരെയും പരിശുദ്ധാത്മാക്കളാക്കിയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു. വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്തു, അവരെ പരിശുദ്ധാത്മാക്കളാക്കി. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിശുദ്ധാത്മാക്കളാക്കി എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുകയും അവരോട് ഇത്തിബായി ചെയ്യണമെന്ന് അവരോട് ഇത്തിബായി ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൊട്ട് തീർപ്പതിയാണ്. ആ
അവരെന്ന് വിശ്വസിക്കുക മാത്രമല്ല ചെയ്യുന്നത്. എന്ന് റബ്ബുൽ പറഞ്ഞു. ആ മഹാന്മാരായ മുഹാജിറുകളും അൻസാറുകളുമായ മഹത്തുക്കൾ ആ മഹത്തുക്കളോട് ഇതുമായി ചെയ്ത് അവരെ ശരിക്ക് പിന്തുടർന്നുകൊണ്ട് ഖിയാമം വരെ പരിശുദ്ധാത്മാക്കൾ അതേ രൂപത്തിലുള്ള പരിശുദ്ധാത്മാക്കൾ ഈ ലോകത്തിൽ അവസാനിക്കുമ്പോഴേ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉത്തമ മാതൃകകളായും കൊണ്ട് ഇസ്ലാമിന്റെ ഉത്തമ വാഹകന്മാരായും കൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പാകെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അതിന് വേണ്ടിയാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ നിലകൊള്ളും. മാന്യ സുഹൃത്തുക്കളും ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധനാണ്. അമ്പിയാക്കൾ ഏവരും തന്നെ പരിശുദ്ധാത്മാക്കളാണ്. പരിശുദ്ധാത്മാക്കളെ കൊണ്ടല്ലാതെ ഈ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ സാധ്യമേ അല്ല. ആ ഒരു വഴിക്കല്ലാതെ റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ദീൻ ഈ ലോകത്തിൽ ഒരിക്കലും തന്നെ നിലകൊള്ളുന്നതും അല്ല. ഈ വിശ്വാസം ഹക്കല്ലേ എന്ന് ഞാൻ നിങ്ങളോട് മുമ്പാകെ ഞാൻ ചിന്തിക്കാൻ ആലോചിക്കാൻ ആവശ്യപ്പെട്ടുകൊള്ളുകയാണ്. അത് മാത്രമേ ഹക്കുള്ളൂ. മനസ്സിലാക്കണം. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു സാധാരണ മനുഷ്യനാണെന്നും ഒരു തപ്പാശിവായിയാണെന്നും പഠിപ്പിച്ച ഞെട്ടതിലെ മുഹമ്മദിനെ പിന്തുടർന്ന ആളുകൾ ഈ ആളുകൾ അവർ ഇരിപ്പിടം ഏതാണ്? എവിടെയാണ് ഇരിപ്പിടം? നെജുവിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നവനെ കൊണ്ട് പറയാൻ പാടില്ല. ഒന്നൊന്നാണവൻ. അവനും അവന്റെ അനുയായികളും ഈ കേരളത്തിലുള്ള അനുയായികൾ അവർ വിശ്വസിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സംസ്കാര മനുഷ്യനാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസം എന്തെന്ന് യോജിക്കുന്ന വിശ്വാസമാണിത്. മഹാന്മാരായ അമ്പിയാ മുർസലുകളുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിത്തറ. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ നിലകൊള്ളുന്നത് അമ്പിയാ മുർസലുകളുടെ രൂപത്തിലും വിശാലത്തിലും അതിന്റെ മഹത്വത്തിലും ഉള്ള വിശ്വാസമില്ലെങ്കിൽ മുസ്ലിമിന് മുസ്ലിമാവാൻ സാധ്യമേ. ഇസ്ലാമും മറ്റു മതങ്ങളുമായുള്ള യഥാർത്ഥത്തിൽ ഉള്ള വ്യത്യാസവും അവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. ഹഖ്ദാരായുടെ മഹാത്മാക്കളായ അവർ റബ്ബുൽ ഇസ്സത്തിന്റെ ഇംഗിതത്തിനൊത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായും കൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധാത്മാക്കളാണ് അമ്പിയാ മുർസലുകൾ എന്ന് ഉള്ള വിശ്വാസം. ഈ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറക്ക് വരെ കത്തിവെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീൻ നിർത്തിയും കൊണ്ട് ഞങ്ങൾ ഇവിടെ കുഴിച്ചു മൂടുക മാത്രമല്ല ചെയ്യുന്നത്. അതിനെ ഈ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ വരെ ഞങ്ങൾ വലിച്ചെറിയുകയാണ്. ആ വിശ്വാസം ഇനി ഇവിടെ നിലനിൽക്കുന്നതല്ലെന്ന് അതിന്റെ അനുയായികൾ മനസ്സിലാക്കിക്കൊള്ളും. ആരാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാണ്? അല്ലാഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ആ നിലക്ക് ലൈലത്തുൽ മിഅ്റാജിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ആകാശലോകത്ത് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട അമീനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ പറയത്ത്, നബിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഞങ്ങൾക്ക് പ്രവേശനമില്ല, തങ്ങൾ മാത്രം ഒറ്റക്ക് പോയിക്കൊള്ളണമെന്ന്. ആ നിലക്ക് ചെന്ന് നോക്കുമ്പോൾ സിദ്റത്തുൽ മുൻതഹയിൽ ജന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫൈദാ ഖദ് ഗശിയഹാ ലിബാനും ലാ ദിരി വാഹിയാ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്തല്ലോ ചിലത് കൊണ്ട് വിധാനിച്ചിരിക്കുന്ന ഞാൻ അവിടെ ചെല്ലുന്നതിന് പ്രമാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുന്നതിന് പ്രമാണിച്ചുകൊണ്ട് അവിടെ അലങ്കരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചിരിക്കുകയാണ്. ഈ നിലക്കുള്ള മഖ്ലൂഖിയാണ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളണം. വെറുതെയല്ല കുല്ലുഹും ഫിന്നാർ, അത് പന്നി പോലത്തതാണ്, പന്നി ചാവും പോലെ ചാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല. ഈമാന്റെ തെറ്റാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് അഫ്ളലുൽ മഖ്ലൂഖീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടി തരം താഴ്ത്തുന്ന ആളുകൾ എന്തിനാണ് പറയുന്നത്? 70 പ്രാവശ്യം ദിവസേന കുറ്റം ചെയ്യുമെന്ന്, അഷ്റഫുൽ ഖൽഖ് കുറ്റം ചെയ്യുമെന്ന് പരസ്യമായി എഴുതിവിടാൻ ധൈര്യപ്പെട്ടിട്ടുള്ളത്. ധൈര്യമല്ലാതെ ഉറപ്പില്ലായ്മയാണ്. ധൈര്യമെന്ന് അതിന് പറയാൻ പാടില്ല. ആ പാർട്ടി ഇസ്ലാമിന് എന്ത് ചെയ്യും? അവർ ഇസ്ലാമിന് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ ഇസ്തിഗ്ഫാർ 70 വർഷത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് നിർലജ്ജം വാദിക്കുന്ന കക്ഷികൾ. ആ കക്ഷികളെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധാത്മാവ് ആദ്യകാലം മുതൽ ശൈശവകാലം മുതൽ അമ്പിയാ മുർസലുകൾ ആരും തന്നെ അതേ ക്രമത്തിലാണ്. ഒരാൾ മാത്രമല്ല, 7 അമ്പിയാ മുർസലുകളും അതേ രൂപത്തിലാണ്. റോമൻ ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹിർഖൽ റോമൻ ചക്രവർത്തിക്ക് ലഭിച്ചു. ഇവിടെ ഖുറൈശികൾ ആരെങ്കിലും കച്ചവടത്തിന് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കത്തിനെ സംബന്ധിച്ചും ഇദ്ദേഹത്തെ സംബന്ധിച്ചും ആലോചിക്കാൻ അവരെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പലസ്തീനിൽ വെച്ച് റോമൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു. അവിടെ കിട്ടിയത് ആരെയാണ്? ആ സമയത്ത് ഇസ്ലാമിന്റെ കഠിന ശത്രു, ഉഹദ് യുദ്ധത്തിലും ഖന്തഖ് യുദ്ധത്തിലും മുശ്രിക്കീങ്ങളുടെ സത്യസേനയുടെ കമാൻഡർ ഇൻ ചീഫായിരുന്നു അബൂ സുഫിയാൻ. ആ നിലക്ക് ഉള്ള ഇസ്ലാമിന്റെ കഠിന ശത്രു അബൂ സുഫിയാന്റെയും പാർട്ടിയെയും ആണ് റോമൻ ചക്രവർത്തിക്ക് ലഭിച്ചു. ചോദിക്കുന്ന റോമൻ ചക്രവർത്തി പല ചോദ്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ ചോദിക്കുകയാണ്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബല അൻ യഖൂല മാ ഖാൽ. അദ്ദേഹം നബി എന്ന് വാദിക്കുന്നതിന് മുമ്പ് കളവ് പറഞ്ഞു എന്ന് സംശയിക്കത്തക്ക ഒരു ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞോ എന്നല്ല ചോദ്യം. ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി എന്നാണ്. കളവ് പറഞ്ഞു എന്ന് സംശയിക്കത്തക്ക വല്ല സന്ദർഭവും ഉണ്ടായിട്ടുണ്ടോ? ഈ 40 വയസ്സിന്റെ ഇടക്ക് അതിന് അഷ്റഫുൽ ഖൽഖിന്റെ കഠിന ശത്രുവായ ആ സമയത്തുള്ള കഠിന ശത്രു, ഏറ്റവും വലിയ കഠിന ശത്രു, ആ ശത്രു പറയുന്നില്ല ഇല്ല. ഈ നിലക്കുള്ള പരിശുദ്ധിയാണ് അമ്പിയാ മുർസലുകൾ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ അമ്പിയാ മുർസലുകളും സർവ്വ മഖ്ലൂഖീകളുടെയും റഈസും ഇമാമും ഖായിദും ആ നിലക്കുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധി, ആ പരിശുദ്ധി ഇപ്പോൾ നിഷേധിച്ചു കഴിഞ്ഞു. ഇസ്ലാമിൽ പിന്നെ സ്ഥാനമില്ല അവർക്ക്. പിന്നെ ഇസ്ലാമിൽ അവർക്ക് സ്ഥാനമില്ല. വളരെ ഗൗരവത്തോടു കൂടി മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിച്ചു കൊള്ളേണ്ടതാ. ഒരു പ്രാവശ്യം പരിശുദ്ധ മദീനയിൽ ഖുതുബയോടിക്കൊണ്ട് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉള്ളാടൻ പ്രദേശക്കാരനായ അറബി വന്നുകൊണ്ട് മസ്ജിദ് മദീനയിലെ ഖുതുബന്റെ നേരെയുള്ള വാതിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, മഴയില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. സ്ത്രീകളെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ, അവരുടെ മുറിയിൽ പാലിന് പകരം രക്തമാണ് നബിയെ. ചെറിയ കുട്ടികൾ, ആ കുട്ടികൾ പിഞ്ചുപൈതങ്ങൾ കൈ മലർത്തി കിടക്കുന്നത് കാണാൻ സാധ്യമല്ല നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് ഖുതുബയോടിക്കൊണ്ട് നിൽക്കേ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ മേലോട്ടുയർത്തി, പടച്ചവനെ, ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞു. മഹാന്മാരായ ഇമ്മത്ത് മുഹദ്ദിസുകൾ ശരിക്കും റിവായത്ത് ചെയ്യുകയാണ്. ഇമാം ബുഖാരിയും മറ്റു മഹാന്മാരായ ഇമ്മത്ത് മുഹദ്ദിസുകളും റിവായത്ത് ചെയ്യുകയാണ്. ആ സമയത്ത് ആകാശത്തിൽ ഒരു മഴയുടെ പോറൽ പോലും ഇല്ല. എവിടെ നിന്നോ കാംസാലിൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് തുല്യമായ മേഘങ്ങൾ കൂടി വരികയും മഴ വർഷിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ഏതുവരെ മഴ വർഷിക്കുന്നു എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ ബഹുമാനപ്പെട്ട താടി, ആ താടിയിൽ കൂടി മഴ വെള്ളം ഉറ്റിക്കൊണ്ട് നിൽക്കുന്നു. നോക്കൂ, കൈ മേലോട്ട് ഉയർത്തിയിട്ടുള്ളൂ. ആ സമയത്ത് അങ്ങനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നു. എനിക്ക് ആ സമയത്ത് അബൂ താലിബ് പറഞ്ഞ സംഗതി ഓർമ്മ വന്നു. എന്ന് പണ്ട് അബൂ താലിബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ താല്പര്യം? എന്താണ്? സഹീഹുൽ ബുഖാരിയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ റിവായത്താണ്. ആ സംഭവത്തിന്റെ ഒട്ടാകെ ചുരുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശൈശവദശയിൽ മഴയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അബ്ദുൽ മുത്തലിബ് തങ്ങൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ടെടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ കാണിച്ചാലോടുന്ന മഴ പോലെ. ആ സംഗതി എനിക്ക് ഓർമ്മ വന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വന്നു എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ അതിന്റെ വായിച്ചു. ഈ നിലക്കുള്ള പരിശുദ്ധിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ആ പരിശുദ്ധിയെയും കൂടി വളർത്താനുള്ള മനസ്സിലില്ല, അതിനെയും കൂടി തള്ളി പറയാനുള്ള മനോധൈര്യം ഉള്ള കക്ഷി, ആ കക്ഷി അമുസ്ലിംകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. മുസ്ലിം സമുദായത്തിൽ ജനിച്ച് ഇവിടെ ഇവർക്ക് മാത്രമേ അത് സാധ്യമാകൂ. ആ നിലക്ക് ദുഷിച്ചു പോയിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ചിന്താഗതി, ഇതിൽ നിന്ന് ഈ സമുദായത്തെ ഉദ്ധരിക്കുക തന്നെ വേണം. ഉദ്ധരിച്ചു കഴിഞ്ഞു, യാതൊരു സംശയവും ഇല്ല. ബാക്കിയുള്ളത് ഇനി ഇവിടെ നിങ്ങളുടെ മുജാഹിദുകളുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും എന്ന് ഞാൻ ഓർപ്പിച്ച് പറയും. ഇവിടെ ഞങ്ങൾ യാതൊരു പ്രചരണവും ഇവിടെ നടത്തിയിട്ടില്ല, ഒരു നിലക്കുമുള്ള പ്രചരണം നടത്തിയിട്ടില്ല. ഈ മഹാസമുദ്രം എന്നെ ബഹുമാനപ്പെട്ട അറബി സുഹൃത്ത് പറയുകയാണ്, ഇവിടെ യഥാർത്ഥത്തിൽ ബഹറൈനിയായി എന്ന്. ഒന്ന് ബഹറുൽ മാ, മറ്റൊന്ന് ബഹറുൽ ബശർ. ബഹറൈനിയാണിത് എന്ന് മാന്യ സുഹൃത്ത് പറയുകയുണ്ടായി. ഈ നിലക്കുള്ള നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇത് സമ്മേളിച്ചത് എന്ന് വെറും പരിശുദ്ധ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനാണ്. ദീനല്ലാത്ത ഒന്നിന്റെ വിലയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനൊഴിച്ച് മറ്റ് യാതൊന്നിനും തന്നെ വിലയിൽ. ഈ നിലക്കുള്ള പരിശുദ്ധാത്മാക്കളെ ഇവിടെ വളർത്തി വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രി ഉത്ഭവിക്കുകയുള്ളൂ, ഇവിടെ കക്ഷിബലത്തിൽ അവസാനിക്കുകയുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ സാമുദായിക മൈത്രി ഇവിടെ വരണമെങ്കിൽ പണ്ട് കാലത്ത് സാമൂതിരി മഹാരാജാവിന്റെ മറ്റും കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമുദായം, ആ നിലക്കുള്ള പരിശുദ്ധമായ ഒരു സമുദായം, ആ സമുദായത്തെ ഇവിടെ വാർത്തെടുക്കേണ്ടതുണ്ട്. ആ സമുദായം നിലവിൽ വന്നെങ്കിലല്ലാതെ ഇവിടെ വർഗീയത നശിക്കയില്ലാതിരിക്കുകയില്ല. വർഗീയത ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? മുസ്ലിം സമുദായം ദുഷിച്ചത് കൊണ്ടാണ്. മുസ്ലിം സമുദായം യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കുന്നുവെങ്കിൽ മുസ്ലിം സമുദായത്തെ നാം ശരിക്ക് വിലയിരുത്തണം. മുസ്ലിം സമുദായം എന്നത് ഒരു ജാതിയായി എന്ന് ചിത്രീകരിക്കരുത്. മുസ്ലിം സമുദായം ഒരു ജാതിയല്ല, ഒരാദർശ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു കക്ഷി. ആ കക്ഷിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വെറും ഒരു ജാതിയായി കണക്കാക്കി സർവ ജന്തുക്കളെയും എല്ലാ വിശ്വാസക്കാരെയും ഉൾപ്പെടുത്തി, അങ്ങനെ ഉൾപ്പെടുത്തിയും കൊണ്ടൊരു പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടിക്ക് ഇസ്ലാമിന്റെ യാതൊരു വിധത്തിലും ഉള്ള സേവനം ചെയ്യാൻ സാധ്യമേ അല്ല. അവർക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാനേ കഴിയും എന്ന് ഈ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിലുള്ള ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സമുദായത്തിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് ഈ കാര്യം ഓർമ്മിച്ചു കൊള്ളേണ്ടതുണ്ട്. ഈ നിലക്കുള്ള ഗുരുത്തം കെട്ടവര്, ഭവിഷ്യത്തുള്ളവര്, മൽഊനും ശപിക്കപ്പെട്ടവരുമായ അവർ ഉൾപ്പെടുത്തിയും കൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടി ഒരു ഇസ്ലാമിക പാർട്ടിയായി നിലകൊള്ളുന്നതല്ലെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ വ്യക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നിലക്കുള്ള പരിശുദ്ധാത്മാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധി, ആ പരിശുദ്ധിയിൽ നിന്നാണ് മഹാന്മാരായ ആ സഹാബത്ത് പരിശുദ്ധാത്മാക്കളായ അവർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ ഉത്തമ മാതൃകകൾ ആയിരുന്നു. അവർ ഈ ലോകത്തിൽ എവിടെ സഞ്ചരിച്ചു?
وجعلنا له نورا يمشي به في الناس. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചതാണ്. وجعلنا له نورا يمشي به في الناس. അവർക്ക് ഒരു നൂറൊരു പ്രകാശത്തെ നാം നൽകി. ആ പ്രകാശത്തോട് കൂടിയാണ് അവർ ജനങ്ങൾക്ക് മധ്യേ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ പ്രകാശത്തോടു കൂടി അവർ ഏത് ജനവിഭാഗത്തിന്റെ നടന്നിരുന്നാലും ഏത് പ്രദേശത്ത് അവർ പ്രവേശിച്ചിരുന്നാലും അവിടെ നിന്ന് തന്നെ തന്നെ സംശയമില്ലല്ലോ. അതില്ല, പ്രകാശത്തോടു കൂടി മിന്നി പ്രകാശിക്കുന്ന ഒരു വിളക്ക്. ആ വിളക്കോട് കൂടി നാം ഒരു ഇരുൾ അധികരിച്ച ഒരു സ്ഥലത്ത് കൂടി ശരിയായ ഒരു പ്രകാശം, തിങ്ങിത്തിളങ്ങുന്ന ഒരു പ്രകാശം, ആ പ്രകാശത്തോടു കൂടി നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇരുള് പമ്പ കിടക്കും മാർഗം. ഇതാണ് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആം മുഖേന നമ്മളെ അറിയിച്ചതാ. ആ നിലക്കാണ് മഹാന്മാരായ അഷ്റഫുൽ ഖൽഖിന്റെ ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വഹാബ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇവിടെ തെറ്റെവിടെയാണ്, ഏത് ഭാഗത്താണ് തെറ്റിയത് മാന്യ സുഹൃത്തുക്കൾ ചിന്തിച്ചുകൊള്ളേണ്ടതാണ്. ഒരിക്കലും തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്ന അടിസ്ഥാന തത്വങ്ങൾ ഒരാൾക്ക് ചോദ്യം ചെയ്യാനേ സാധ്യമല്ല. അത്രയും ഇസ്ലാമിൽ വേരൂന്നി പിടിച്ചിരിക്കുന്ന സാധനം ആണ് എന്ന് തന്നെയുമല്ല, ഇസ്ലാമിക വൃക്ഷത്തിന്റെ അടിവേരാണ്. ഇസ്ലാമിക വൃക്ഷം, ആ വൃക്ഷത്തിന്റെ അടിവേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനപ്പെട്ട അംബിയാ മുർസലുകൾ, മഹാത്മാക്കൾ. ആ മഹാത്മാക്കളെ ആദരിക്കലും ബഹുമാനിക്കലും എന്നത് ഇസ്ലാമിക വംശത്തിന്റെ അടിവേരാണ്. മസലു കലിമത്തിൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. അതിന്റെ അടിവേര് ശരിക്കും ഭൂമിക്കടിയിൽ നിലകൊള്ളും. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ശാഖോപശാഖകളും കൊമ്പുകളും ആകാശത്തിൽ അന്തരീക്ഷത്തിൽ വളർന്നു പന്തൽ. ഇതാണ് ഒരു ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ മുമ്പിൽ വെക്കുന്നുണ്ട്. അടിവേര് അതിനുണ്ട്, ഇസ്ലാമിന്റെ അടിവേരുണ്ട്. എന്താണ് അടിവേര്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം, റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്വം, റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിച്ച മഹാന്മാർ, മഹത്വം, അംബിയാ മുർസലുകൾ. ആ അംബിയാ മുർസലുകളുടെ പിൻഗാമികൾ. കാരണം പിൻഗാമികൾ എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ സ്വന്തം നിലക്കാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം എന്തുകൊണ്ട്? പിൻഗാമികൾ കൂടാതെ കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ ലോകത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നത് എന്താണ്? തെസ്കിയത്താണ്, പരിശുദ്ധാത്മാക്കളെ വാർത്തെടുക്കലാണ്. പരിശുദ്ധാത്മാക്കളെ തെസ്കിയത്ത് ചെയ്ത് വാർത്തെടുത്തെങ്കിൽ മാത്രമേ ഈ പരിശുദ്ധതയിൽ നിലനിൽക്കുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെയ്ത പ്രവൃത്തി ദീനിന് ആവശ്യമായ ഒരു കാര്യമാണെങ്കിൽ ഖിയാമം വരെ ആ നിലക്കുള്ള ആത്മാക്കളിൽ നിലകൊള്ളണം. പരിശുദ്ധാത്മാക്കൾ ഈ സമുദായത്തിൽ നിലകൊള്ളുക തന്നെ വേണം. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ നിന്ന്, ദൗത്യത്തിൽ നിന്ന് ഒരു ഭാഗം നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയീൻ, അന്ത്യപ്രവാചകർ എന്ന സ്ഥാനം, ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയീൻ ആണെന്നതാണ് അതിന്റെ ഒട്ടാകെ ചുരുക്കം. അന്ത്യപ്രവാചകരാണ്. അവിടുന്ന് കൊണ്ടുവന്നത് പരിപൂർണമാണ്. അവിടുന്ന് ചെയ്ത പ്രവൃത്തി മുഴുവൻ തന്നെ ശരിയാണ്. അവിടുന്ന് പരിശുദ്ധാത്മാക്കളെ വാർത്ത ഈ ലോകത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പിൻഗാമികൾ, അതിന്റെ അനന്തരാവകാശികൾ, ആ അവകാശികൾ ഈ ലോകത്തിൽ അവസാനം വരെ അതിന്റെ പിന്തുടർച്ച അവകാശികൾ നിലകൊള്ളുകയും വേണം. അതാണ് ഈ സമുദായത്തിന്റെ ഉത്തമ നേതാക്കൾ. അവരെ പിൻപറ്റിയെങ്കിലേ ഈ സമുദായത്തിന് രക്ഷ ലഭിക്കുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ഈ അടിത്തറക്ക് തെറ്റ് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് അറിവ് സാധ്യമേ അല്ല. ഇത് ചോദ്യം ചെയ്യാനും സാധ്യമല്ല. ഞാൻ ആ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ നിലക്കുള്ള പരിശുദ്ധാത്മാക്കൾ ഇവിടെ വന്നിരുന്നു. അവരെ കൊണ്ടായിരുന്നു ഈ കേരളത്തിൽ പരിശുദ്ധൻ പ്രചരിച്ചത്. ചേരമാൻ പെരുമാൾ ബഹുമാനിച്ചിരുന്നു. സർവ്വതിരി മഹാരാജാവ് അവരെ ബഹുമാനിച്ചിരുന്നു. അവരെ ഭയപ്പെട്ടിരുന്നു, അവരെ സ്നേഹിച്ചിരുന്നു.
ഈ നിലക്കുള്ള പരസ്പര സ്നേഹവും ആദരവും ബഹുമാനവും ഈ രാജ്യത്തിൽ നിലകൊള്ളണമെങ്കിൽ പരിശുദ്ധാത്മാക്കളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന ഒരു സമൂഹം ഇവിടെ ആവശ്യമാണ്. ആ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്നതെന്ന് ഈ സന്ദർഭത്തിൽ അമുസ്ലിം സുഹൃത്തുക്കൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്ന നിരക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണമെന്ന്, നിങ്ങളുടെ സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ സാമുദായിക മൈത്രിയും ഇവിടെ കർഷകർക്കില്ലായ്മയും ഇവിടെ വർഗീയതയും ഇല്ലാതെ വേണമെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളണം. അല്ലെങ്കിൽ ഇവിടെ വർഗീയ നിലനിൽക്കും. ഇവിടെ വളരെ മനോഹരമായ ഒരന്തരീക്ഷം ഈ രാജ്യത്തിൽ സൃഷ്ടിക്കണമെങ്കിൽ സാമൂതിരിയുടെയും കേരളാന്തരങ്ങളുടെയും കാലത്തുണ്ടായിരുന്ന അന്തരീക്ഷം, മഹത്തായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ അമുസ്ലിം സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ വേണ്ടുവോളം നിങ്ങൾ അതിനെ പിന്തുണക്കണം. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കണ്ണു തുറക്കും. ഇതാണ് ഞാൻ പറയുന്നത്. എന്ത് പറയുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാശക്തി എന്താണെന്ന് ഈ മഹാസമ്മേളനം ഈ രാജ്യത്തുള്ള മുഴുവൻ കക്ഷികളെയും ഉണർത്തുന്നുണ്ട്. ഉണരുകയും വേണം. ഇവിടെ ഗവൺമെന്റും ഉണരണം. ഇവിടെ നിങ്ങൾ മതത്തിൽ കൈയിടരുത്, ദീനിൽ നിങ്ങൾ കൈവെക്കരുത്. ദീനിൽ നിങ്ങൾ കൈവച്ചിട്ടില്ല. പക്ഷേ ദീനിൽ നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിലുള്ള വഞ്ചകന്മാർ, ആ വഞ്ചകന്മാർ വഹിക്കാണ്. നിങ്ങൾ കുറ്റം പറയുന്ന കാര്യമില്ല. കാരണം എന്തുകൊണ്ട്? ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് കോട്ടക്കൽ ചികിത്സക്ക് വന്നപ്പോൾ, ക്യാമ്പ് ചെയ്തപ്പോൾ അവിടെ ചെന്നിട്ട് ഇസ്ലാമിക വിധികൾ, ശരീഅത്തിന്റെ വിധികൾ, ബഹുഭാര്യത്വം, പിന്തുടർച്ചവകാശം പോലായത് തിരുത്തണമെന്ന് മുസ്ലിം സമുദായത്തിൽ ജനിച്ചവർ നിവേദനം നടത്തിയില്ലേ? പക്ഷേ ഈ രാജ്യത്തിലുള്ള ഗവൺമെന്റ് ബുദ്ധിപൂർവമായി പ്രവർത്തിക്കുകയും അവർ നിവേദനം തള്ളുകയും ചെയ്തു. ഞങ്ങൾ ആ സംഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിലുള്ള ഗവൺമെന്റിനെ എത്രയും അധികം പ്രശംസിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ വല്ലതും ദീനിയായ ഇസ്ലാമിന്റെ വല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ആലോചിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്ന് ഞാൻ ഗവൺമെന്റിനോട് അമിനയം അപേക്ഷിക്കുകയാണ്. ഈ സമ്മേളനം ഈ അവസരത്തിൽ ഇത്തരം പല സംഗതികളും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് തന്നെ. മുസ്ലിം സമുദായത്തിലുള്ള അംഗങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദീനിനെ ആഡംബരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ വസ്തുത അവർക്ക് എത്രത്തോളം ഈ സമുദായത്തിൽ പിൻബലം ഉണ്ട്, അവർക്ക് എത്ര പിന്തുണയുണ്ട് ഈ സമുദായത്തിൽ എന്ന് ഗവൺമെന്റിന് മനസ്സിലാക്കാം. ഗവൺമെന്റ് ഈ രാജ്യത്തിലുള്ള ഗവൺമെന്റ് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. അവർ ശരിക്ക് സൂക്ഷ്മതയോടുകൂടി ശരിക്ക് വീക്ഷിക്കുകയും വേണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണ്? നിങ്ങൾ കണ്ണു തുറക്കണം. ഞങ്ങളിപ്പോഴും ഈ രാജ്യത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ഞങ്ങൾ ശരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏത് കാലത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ബൈലോവിൽ തന്നെ ഗവൺമെന്റിന്റെ പിന്തുണ കാണാൻ കഴിയുന്ന ഞങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും തന്നെ ഒരു വിപ്ലവം ആ വിപ്ലവത്തിന് ഒരുങ്ങിയതായി കാണാൻ കഴിയില്ല. നേരെ മറിച്ച് ജമാഅത്ത് ഇസ്ലാമിയോ മറ്റു വല്ല സംഘടനയോ, ആ സംഘടനയെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവരുടെ ഭരണഘടനയിൽ, പ്രവർത്തനത്തിലും എല്ലാം തന്നെ വിപ്ലവ മനസ്ഥിതി നിങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ആദ്യം തന്നെ എന്തായിരുന്നു ഹുക്കൂമത്ത് ഇലാഹി? പാകിസ്ഥാൻ തിരിഞ്ഞു പോയി ഇന്ത്യയിൽ നിന്ന്. ഞങ്ങളതിനെ പിന്തുണച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ ഇന്ന് ജിയാഉൽ ഹഖ് അവിടെ ഇസ്ലാമിക് ബോംബ്, എന്ത് മണ്ണാങ്കട്ടിയാണ് ഇസ്ലാമിക് ബോംബ് എന്ന് പറയുന്നത്? എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിക് ബോംബ് നിർമ്മിക്കുന്നുണ്ട് പോലെ അതേ ക്രമത്തിൽ തന്നെ ഇവര് ജമാഅത്ത് ഇസ്ലാമിയും സിയോണിസ്റ്റുകാരും സിയോണിസ്റ്റും ഇവിടെ ഇസ്ലാമിക് ബോംബ് നിർമ്മിക്കുന്നുണ്ടോ എന്ന് ശരിക്കും നിങ്ങൾ പരിശോധിച്ചുകൊള്ളണമെന്ന് ഞാൻ ഗവൺമെന്റിനെ ഉണർത്തുകയാണ് ഈ സന്ദർഭത്തിൽ. ഞങ്ങൾ ആളുകൾക്കല്ല. നിങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാശക്തി ഗവൺമെന്റിനെ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭം ആണ്. ഈ രാജ്യത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെയധികം പ്രശംസിക്കും ഞങ്ങൾ. കാരണം എന്തുകൊണ്ട്?
ഞങ്ങൾ ഇങ്ങനെയൊന്ന് അനക്കിയാൽ അടങ്ങി നിൽക്കും ജനങ്ങളാണ്. നിങ്ങൾ സംസാരിക്കണമെന്ന് ഞങ്ങളോട് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല. അടങ്ങി നിന്ന ആ സമയം ഇത്തരം അച്ചടക്കമുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിനെ ഇവിടെ സൃഷ്ടിക്കാൻ ഇവിടെയുള്ള ഒരു കക്ഷിക്കും സാധ്യമായിട്ടില്ല എന്നത് കടുത്ത യാഥാർത്ഥ്യവും പരമാർത്ഥവും ആണ്. ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഓരോ പാർട്ടിയും, രാഷ്ട്രീയമായോ അല്ലാത്തതിനോ പ്രവർത്തിക്കുന്ന ഓരോ പാർട്ടിയും, ആ പാർട്ടികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്ത കേരളയും ഏറ്റുള്ളെണ്ണയുടെയും അഹ്ലുസുന്നത്ത് ജമാഅത്തിനെയും തൊട്ട് കളിക്കരുത്. ആ കടി തീക്ക് കൊണ്ടുള്ള കടിയായിരിക്കും. തൊടാൻ മെനക്കെടണ്ട. സമസ്ത കേരള ജമിയത്തുള്ളമ വളരോധമോടുകൂടി, വളരെ മര്യാദയോടുകൂടി ജനങ്ങളുടെ ഹൃദയത്തിൽ കടന്നു ചെന്ന് പേരൂന്നിപ്പിടിച്ചിരിക്കുന്ന മഹത്തായ സംഘടനയാണ്. ആ സംഘടനയെ തൊട്ട് കളിക്കാൻ ആരും തന്നെ തുനിയൻ. ഈ സംഘടനയുടെ ഉള്ളിൽ വല്ല ചാരവൃത്തിയും ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ ആചാരന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് ഡൽഹി പോലീസിന്റെ സഹായം ആവശ്യമില്ല. ഞങ്ങളല്ല അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളും ആരിഫീകളും അവർ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ആ പറഞ്ഞ വാക്ക്. ഇത് റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീകളുടെ പാർട്ടിയാണ്. ഇതിന്റെ അസൽ സ്ഥാപകന്മാരും ഇന്ന് ലക്ഷക്കണക്കിലുള്ള ഔലിയാക്കളും ആരിഫീകളും ഈ സദസ്സിലുണ്ടെന്ന് യാതൊരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ അധികം ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ മഹാന്മാരായ മഹത്തുക്കൾ, അൽഹൈൻ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഏറ്റവും വലിയ മഹാനായ പണ്ഡിതൻ ആണ്. ആ നിലക്കുള്ള മഹത്തുക്കൾ ഇവിടെ സംസാരിക്കാൻ അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം അപേക്ഷ ചെയ്തുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ സമ്മേളനം അവന്റെ രിദക്കും അവന്റെ പൊരുത്തത്തിനും അവകാശപ്പെട്ട ഏറ്റവും ബർക്കത്താക്കപ്പെട്ട ഒരു സമ്മേളനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ. മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ ദീനിന്റെ പേരിൽ അതിനുള്ള മഹബത്തിന്റെ പേരിലാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിനെ നീ കബൂൽ ചെയ്യ തമ്പുരാനെ. ഞങ്ങളെ മുറാദുകൾ പലതുമുണ്ട്, ഹാജത്തുകൾ പലതുമുണ്ട്. നീ അതിനെ കബൂൽ ചെയ്യ തമ്പുരാനെ. ഞങ്ങളുടെ അച്ചടക്കവും ഞങ്ങളുടെ അദബും ഞങ്ങളുടെ കുരുത്തവും നിന്റെ മെഹബൂബികളോടുള്ള മഹബത്തും, ആ മഹബത്തിനെ വഴിക്ക് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്ക് തമ്പുരാനെ. ഞങ്ങളുടെ മുഴുവൻ മുറാദുകളും ഹാജത്തുകളും ഈ സമ്മേളന വഴിക്ക് നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിനെ നീ കബൂൽ ചെയ്യ തമ്പുരാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അണിയിൽ നിന്ന് ഒരു വിധത്തിലും തെറ്റാതെ കണ്ട് ശരിയായി അതിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യമായ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടു തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അച്ചടക്കം തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്റെ മാന്യ സുഹൃത്തുക്കളോട് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഷഹാദത്ത് കലിമ കുറച്ച് ചെല്ലിയും കൊണ്ട് ആ ചെല്ലലോടുകൂടി ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്.